കിങ്ങിണിപ്പുഴയോരം. പുഴക്കരയിൽ ഒട്ടേറെ മരങ്ങളും ചെടികളും പൂക്കളും കായ്കളും ഒക്കെയുണ്ട്. ഇവിടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ തന്നെ കൂടാം. കുഞ്ഞനണ്ണാനും കുടുംബവും തീരുമാനിച്ചു. കുഞ്ഞിക്കമ്പുകളും കരിയിലയും ഒക്കെ ഉപയോഗിച്ച് കുഞ്ഞനണ്ണാനും കുടുംബവും മനോഹരമായ ഒരു കൂടുണ്ടാക്കി. നല്ല ഉറപ്പുള്ള ഒരു കൂട്. പുഴയുടെ കുളിർമ അവർക്ക് ആശ്വാസമേകി. അടുത്തടുത്ത താമസക്കാരായ തങ്കനാമയും വണ്ണാത്തിപ്പുള്ളും നീലിമരം കൊത്തിയും ഒക്കെ അവരുടെ കൂട്ടുകാരായി. അത്തിപ്പഴം കഴിക്കാൻ അതിഥികൾ പലരും വന്നു ചേർന്നു. അങ്ങനെയിരിക്കെ മഴക്കാലം വന്നെത്തി. മേഘങ്ങൾ ഉരുണ്ടുകൂടി. തണുത്ത കാറ്റ് വീശി. തോരാത്ത മഴ. ദിവസങ്ങൾ കഴിയും തോറും മഴയുടെ ശക്തി കൂടി കൂടി വന്നു. പുഴയിൽ വെള്ളം പെരുകി പുഴ കര കവിഞ്ഞു. മരങ്ങൾ കടപുഴകാൻ തുടങ്ങി. ജീവികൾ പലതും പുഴക്കരയിൽ നിന്നും ജീവനും കൊണ്ടോടി. കുഞ്ഞനണ്ണാന് പേടിയായി. ശക്തമായ കാറ്റിൽ അത്തിമര ആടി ഉലഞ്ഞു. കുഞ്ഞനണ്ണാന്റെ കൂട് വെള്ളത്തിലേക്ക്. ഒപ്പം കുഞ്ഞനണ്ണാനും കുടുംബവും. വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും അവൻ കാലിട്ടടിച്ചു. എങ്ങനെയും കുട്ടികളെ രക്ഷിക്കണം. പക്ഷെ കുത്തൊഴുക്ക്. ചിൽ ചിൽ, രക്ഷിക്കണേ രക്ഷിക്കണേ. ശക്തമായ ഒഴുക്കിൽ കുഞ്ഞിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവന് ബോധം നഷ്ടപ്പെട്ടു. കണ്ണ് തുറന്നപ്പോൾ കൂട്ടുകാരെല്ലാവരും അടുത്തുണ്ട്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും നനഞ്ഞു വിറച്ച് അമ്മയുടെ നെഞ്ചിൽ. തങ്കനാമ എല്ലാവരെയും രക്ഷപ്പെടുത്തിയ കഥ പറഞ്ഞപ്പോൾ കുഞ്ഞ് നന്ദിയോടെ കൈകൂപ്പി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല.